നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. നാം അളക്കുന്ന അളവിനാൽ അളന്നു നൽകുന്ന ദൈവം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായതും കിട്ടും. ദൈവഭാഗത്ത് വരുന്ന ഒരാൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആത്മീയ ജീവിതം നയിക്കാൻ വരുന്ന ഒരാൾ, കർത്താവായ യേശുക്രിസ്തു സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കുവാൻ മനുഷ്യാവതാരം ചെയ്തതാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. അതാണ് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വമാണ്. നാമം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തിയും. യേശുവിൻ്റെ സ്വഭാവവിശേഷം എന്ന് പറയുന്നത് സർവജ്ഞാനം, സർവവ്യാപകത്വം, നിത്യത്വം, സൃഷ്ടികർമ്മം, രക്ഷാകർമ്മം, ന്യായവിധി, അതുപോലെ സ്നേഹം, കരുണ, ഇതൊക്കെയാണ്. യേശുവിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ മനുഷ്യവർഗത്തിനു വേണ്ടി കാൽവറിയിൽ യാഗമാകുവാൻ തയ്യാറായി. ആ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ വിശ്വസിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിലെ ചെറിയ കാര്യത്തിൽ പോലും ഭൗമികമായ, കുടുംബപരമായ, വ്യക്തിപരമായ, ശാരീരികമായ സകല കാര്യത്തിലും അവരാ വിശ്വാസം വെച്ച് പുലർത്തേണ്ട ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് ചെയ്യുവാൻ കർത്താവിന് കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ ദൈവത്തിന് ഞാൻ ഇന്നത് കൊടുക്കുവാൻ ദൈവം യോഗ്യനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ആരാധനയുടെ കാര്യത്തിൽ, ദൈവവേലയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ എല്ലാം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവം വലിയവനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. നമുക്കറിയാം, അനന്യാസും സഫീറയും പുസ്തകത്തെ 5-ാം അധ്യായത്തിലുണ്ട്. തങ്ങളുടെ വസ്തുവക വിറ്റ് ദൈവവേലയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചു. അവർ വിറ്റപ്പോൾ ഒരു വലിയ സംഖ്യ. അത്രയും സംഖ്യ സ്വീകരിക്കുവാൻ ദൈവയോഗ്യനാണോ? ഇല്ല, അത്രയും വേണ്ട, കുറച്ചു മതി. അപ്പോൾ ദൈവത്തെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് അവരെ ശിക്ഷിക്കപ്പെടുവാൻ, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുവാൻ ഇടയായത്. ആത്മരക്ഷ തരുവാൻ, എനിക്ക് വേണ്ടി കുരിശിൽ യാഗമാകാൻ, ചോര ചിന്താൻ, അടിയേൽക്കാൻ, നിന്നയേക്കാൻ, തൊപ്പിലേക്കാൻ തയ്യാറായ കർത്താവിന് എൻ്റെ ജീവിതത്തിലെ ഏത് കാര്യത്തിലും എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. തൻ്റെ സഹോദരൻ ലാസർ ഉയർക്കുന്ന കാര്യത്തിൽ യേശു മാർത്തയോട് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്നാണ്. അത് ആത്മരക്ഷ കാര്യമല്ല, സഹോദരനെ ഉയർക്കുന്ന കാര്യമാണ്. അപ്പോൾ മുഴുവൻ കാര്യത്തിലും, ഒരു വിശ്വാസി എന്ന പേരുള്ള ഒരാളുടെ മുഴുവൻ കാര്യത്തിലും എൻ്റെ കർത്താവ് എന്നെ സഹായിക്കാൻ ശക്തനാണ്, മതിയായവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും. ഉദാഹരണം, അബ്രഹാം തൻ്റെ വീടിനടുത്തൂടെ പോയ 3 വഴിപോക്കരെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കാനായി തയ്യാറായി. ഒരുപക്ഷെ അതിൻ്റെ പ്രചോദനം കിട്ടിയത് മെൽക്കിസദേക്കിൽ നിന്നായിരിക്കും. അബ്രഹാം ലോത്തിനെ രക്ഷിപ്പാൻ യുദ്ധത്തിന് പോയപ്പോൾ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അബ്രഹാമിനെയും കൂടെയുള്ളവരെയും സൽക്കരിച്ചു. ഒരു പരിചയവും മെൽക്കിസദേക്ക് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പരിചയമൊന്നും നോക്കണ്ട, വഴിപോക്കരായ ആളുകളെ സഹായിക്കണം എന്നുള്ളൊരു തീരുമാനം അപ്പോഴായിരിക്കാം അബ്രഹാം എടുത്തത്. 3 പേരെ ഉച്ചയ്ക്ക് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഭാര്യയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, 3 ഇടങ്ങഴി മാവ് കൊണ്ട് നീ അവർക്ക് അപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതിനൊരു അളവുണ്ടായിരുന്നു, 3 ഇടങ്ങഴി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇടങ്ങഴിയുടെ അപ്പം. ഇതാണ് വാസ്തവത്തിൽ അത് ദൈവം വേഷം മാറി വന്നതാണ്. അതായത് ദൈവദൂതന്മാരും ദൈവവും. വർഷങ്ങൾ കഴിഞ്ഞു. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ ഈജിപ്തിൽ 400 വർഷം അടിമകളായി പാർത്തിട്ട് അവർ
കനാൻ നാട്ടിലേക്ക് മടങ്ങി വരുന്ന വഴി മരുഭൂമിയിൽ 40 വർഷം ചെലവഴിച്ചപ്പോൾ ദൈവം അവർക്ക് മന്ന നൽകി. അതും ആളാം വീതം ഓരോ ഇടങ്ങഴിയായിരുന്നു. രാവിലെ അത് പൊഴിയും, ഓരോ ഇടങ്ങഴി പെറുക്കിയെടുത്ത് കഴിക്കാം. അപ്പം നാം അളക്കുന്ന അളവിനാൽ നമുക്ക് അളന്ന് കിട്ടും, അതിലധികവും കിട്ടും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ കുറിക്കൊള്ളേണ്ടതാണ്. നന്മയുടെ കാര്യത്തിലായാലും തിന്മയുടെ കാര്യത്തിലായാലും. ലോത്തിൻ്റെ, അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകനായ ലോത്തിൻ്റെ കാര്യത്തിൽ ലോത്ത് അബ്രഹാമുമായിട്ടുള്ള കൂട്ടായ്മ വിട്ടൊക്കെ പോയി സോതോമിൽ പോയി. സോതോമിൽ വളരെ ദുഷ്ടരായ ആളുകളാണ്. അപ്പോൾ ഇതേ ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന ശേഷം പോയത് ലോത്തിൻ്റെ വീട്ടിലേക്കാണ്. അതായത് സോതോം, ഗോമോർ, ആത്മാ, സൊബോയിം, ബാല തുടങ്ങിയ 5 പട്ടണങ്ങളെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു. ആ കാര്യം അറിയിക്കാനാണ് പോയത്, ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ. പക്ഷേ ഈ 2 പുരുഷന്മാർ അവിടെ ചെന്നപ്പോൾ അവരോട് അവിഹിതമായി, അനാശാസ്യമായി പെരുമാറുവാൻ അവിടുത്തെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആബാലവൃദ്ധം ആളുകൾ തന്നെ വരുവാനിടയായി. ആ സമയത്ത് ലോത്ത് പറയുന്ന ഒരു വാക്കുണ്ട്. എൻ്റെ വീട്ടിൽ അതിഥികളായി വന്നിട്ടുള്ള ഇവരോട്, ലോത്തിന് അവരാരാന്ന് കൃത്യം മനസ്സിലായില്ല, ഇവരോട് നിങ്ങളിങ്ങനെ ഹീനമായി പെരുമാറരുത്. പുരുഷൻ തൊടാത്ത കന്യകകളായ 2 പെൺകുട്ടികൾ എനിക്കുണ്ട്, അവരോട് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തു. ഒരിക്കലും ഒരു പിതാവ് അങ്ങനെ പറയാൻ പാടില്ല. പിതാവ് മക്കൾക്ക് സംരക്ഷണം നൽകുകയാണ് വേണ്ടത്. എന്നെ എന്ത് വേണമെങ്കിൽ ചെയ്തു, എന്നെ കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പറയുകയാണ്, എൻ്റെ മക്കളോട് എന്ത് വേണമെങ്കിലും ചെയ്തോളാം. നമുക്കറിയാം, കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ ലോത്തിൽ നിന്നും ഈ മക്കൾ ഗർഭിണികളാകുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്, ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം അവരോട് എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. അത് തന്നെ സംഭവിച്ചു. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ബാരാക്ക് എന്ന ആളോട് ദബോര എന്ന പ്രവാചകി പറഞ്ഞു, നീ ആളെ കൂട്ടിക്കോ, കനാന്യരുമായിട്ടുള്ള യുദ്ധത്തിന് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ ന്യായാധിപനായിട്ട് പോയിട്ട് ഇരുമ്പ് രഥങ്ങളുള്ള ഈ കനാന്യ സേനാനായകനായ സീസരയെ നീ വകവരുത്തണം. അതുകൊണ്ട് നീ ആളെ കൂട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ പ്രവാചകിയായ ദബോരയോട് പറയുകയാണ്, അങ്ങും കൂടെ എൻ്റെ കൂടെ പോരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും കൂടെ എൻ്റെ കൂടെ വന്നാൽ മാത്രമേ ദൈവത്തിന് കനാന്യ സേനാനായകനായ ഈ സീസറയെ എന്നെ ഏൽപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അവനെ ജയിക്കാൻ എനിക്ക് സാധ്യമാകുകയുള്ളൂ. അതിനുള്ള എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ശക്തിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ ദൈവം അത് സാധിപ്പിക്കത്തില്ല. ദബോര കൂടെ പോരണം, ഈ സ്ത്രീയും കൂടെ വരണം. അപ്പോൾ ദബോര പറഞ്ഞ മറുപടി, ഞാൻ വരാം, പക്ഷേ ആ യുദ്ധത്തിൽ ഉള്ള ജയത്തിൻ്റെ ക്രെഡിറ്റ്, മാന്യത നിനക്ക് കിട്ടത്തില്ല, അതൊരു സ്ത്രീക്കേ കിട്ടുകയുള്ളൂ. കനാന്യ സേനാനായകനായ സീസറയെ ദൈവം ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും, നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഈ ബാരാക്ക് യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ തന്നെ സംഭവിച്ചു. യായേൽ എന്ന സ്ത്രീയുടെ കയ്യിലാണ് ഈ സീസറയെ ഏൽപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ദൈവം എന്നോട് കൂടി ഉണ്ടെങ്കിൽ അത് മതി എന്നാണ് പൗലോസ് പറഞ്ഞത്. അങ്ങനെ തന്നെ ബാരാക്കും പറയണമായിരുന്നു, ദൈവം എന്നോട് കൂടെ ഉണ്ടല്ലോ, അത് മതി, ഞാൻ പോകാം. പക്ഷേ അദ്ദേഹം പറയുകയാണ്, പ്രവാചകയും കൂടെ എന്നോടുകൂടെ പോരണം, ഒരു സ്ത്രീ കൂടെ എന്നോടുകൂടെ പോന്നാലേ വിജയം ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പ്രവാചകയിലൂടെ കൊടുത്ത മറുപടി, മാന്യത മുഴുവൻ വേറൊരു സ്ത്രീക്ക് പോകാനിടയാവുമെന്നാണ്. അപ്പോൾ നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്നു കിട്ടും എന്ന് യേശു പറഞ്ഞത് തീർച്ചയായിട്ടും അന്നും ഇന്നും ശരിയാണ്. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിച്ച കർത്താവിനെ പൂർണ്ണമായിട്ട്, അവൻ സർവശക്തനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കാൻ, സേവിക്കാൻ തയ്യാറായാൽ, ഇസഹാക്ക് അങ്ങനെ സ്നേഹിച്ചതിനാൽ 100 മേനി വിളവ് കിട്ടിയെന്ന് വായിക്കുന്നത് പോലെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുവാൻ സാധിച്ചാൽ അളവുകൂടാതെ അവൻ നമ്മളെ അനുഗ്രഹിക്കും. നമ്മളൊക്കെ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുള്ള, അളവുകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, അളവുകൂടാതെ നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ അളവ് കൂടാതെ അവനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം.
നമ്മുടെ പാപമോചനത്തിന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ നാം കർത്താവിനെ വിശ്വസിച്ചതുപോലെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മുടെ രോഗസൗഖ്യത്തിൻ്റെ കാര്യം, ജോലിയുടെ കാര്യം, ഉപജീവനത്തിൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, കൊച്ചുമക്കളുടെ കാര്യം, സഭയുടെ കാര്യം എന്ന് വേണ്ട നമ്മുടെ സകല കാര്യത്തിലും കർത്താവിനെ വിശ്വസിക്കുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.